ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകകപ്പിന് ഇനി വെറും 80 ദിവസങ്ങൾ മാത്രം. ഫുട്ബോൾ ലോകം ഒന്നടങ്കം കാത്തിരുന്ന ആ വമ്പൻ പോരാട്ടം, നമുക്ക് മിനി ലോകകപ്പ് ഫൈനൽ എന്ന് വരെ വിശേഷിപ്പിക്കാവുന്ന മത്സരം. ഫ്രാൻസ് ബ്രസീൽ മത്സരം അമേരിക്കയിലെ ഗില്ലി സ്റ്റേഡിയത്തിൽ അരങ്ങേറി. കളി അവസാനിച്ചപ്പോൾ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ഫ്രാൻസ് ബ്രസീലിന്റെ അടുത്ത് നിന്നും വിജയം പിടിച്ചെടുത്തു. ഒരാൾ ചുവപ്പ് കാർഡ് കണ്ടു പുറത്തായിട്ടും 10 പേരുമായി ഒരാൾ കുറഞ്ഞിട്ടും ഫ്രഞ്ച് പട കാണിച്ച ആ പോരാട്ട വീര്യം, അത് ശരിക്കും ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അപ്പൊ ഫ്രാൻസ് ബ്രസീൽ മത്സരത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഫ്രാൻസിന് വളരെ വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് കളിക്കാൻ ഇറങ്ങിയത്. റയൽ മാഡ്രിഡ് താരം ചൊമേനി നയിച്ച മധ്യനിരയുടെ കരുത്തിൽ ആദ്യ 1 മണിക്കൂർ 65% ബോൾ പൊസഷനോടെ ഫ്രാൻസ് ആണ് കളി നിയന്ത്രിച്ചത്. 32-ാം മിനിറ്റിൽ ആ മനോഹരമായ നിമിഷം പിറന്നു. ഉസ്മാൻ ഡെംബലെ നൽകിയ ഒരു ഉഗ്രൻ ത്രൂ ബോള്, പന്തുമായി കുതിച്ച കിലിയൻ എംബാപ്പെ മുന്നോട്ട് കയറി വന്ന ബ്രസീൽ ഗോൾ കീപ്പർ എഡേഴ്സന്റെ തലക്ക് മുകളിലൂടെ പന്ത് അതിമനോഹരമായി ചിപ്പ് ചെയ്ത് വലയിലെത്തിച്ചു. ഗില്ലി സ്റ്റേഡിയം ഒന്നടങ്കം ആർത്തലച്ചു. ഈ ഗോളോടെ എംബാപ്പെ ഫ്രാൻസിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന 2ാമത്തെ താരം എന്നുള്ള റെക്കോർഡിലേക്ക് എത്തി. ആ റെക്കോർഡ് നേരത്തെ നേടിയിട്ടുണ്ടെങ്കിലും 56 അന്താരാഷ്ട്ര ഗോളുകളാണ് എംബാപ്പെ നേടിയത്. ഇനി ഒലിവർ ജിറൂഡിന്റെ 57 ഗോൾ എന്ന റെക്കോർഡിന് മാത്രമാണ് മുന്നിലുള്ളത്. ഒരു ഗോൾ കൂടെ, അടുത്ത 2 ഗോളുകളൂടെ സ്കോർ ചെയ്തു കഴിഞ്ഞാൽ എംബാപ്പെ ഓൾ ടൈം ഗോൾ സ്കോറർ ആവും. ഫ്രാൻസിന്റെ ഓൾ ടൈം വേൾഡ് ഇന്റർനാഷണൽ ഗോൾ സ്കോറർ ആവും. ലോകകപ്പിന് മുമ്പ് എംബാപ്പയുടെ ഈ ഫോം ഫ്രാൻസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ പോയതോടെ 2ാം പകുതിയിൽ ബ്രസീൽ അല്പം കൂടെ ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചു. 55-ാം മിനിറ്റിൽ മത്സരത്തിന്റെ ഗതി മാറ്റിയ ആ സംഭവം ഉണ്ടായി. ബ്രസീൽ താരം ബെസ്രി ഫ്രാങ്കെ ബോക്സിന് തൊട്ടടുത്ത് വെച്ച് ഫൗൾ ചെയ്തതിന് ഫ്രഞ്ച് ഡിഫൻഡർ ഡയോട്ട് ഉപ്പമാക്കാനോക്ക് റഫറി നേരിട്ട് ചുവപ്പ് കാർഡ് നൽകി. 10 പേരുമായി ഫ്രാൻസ് ചുരുങ്ങിയതോടെ ബ്രസീൽ ആരാധകർ ആവേശം കൊണ്ടു. ഇനി കളി മാറുമെന്ന് എല്ലാവരും കരുതി. പക്ഷെ അവിടെയാണ് ഫ്രഞ്ച് പടയുടെ യഥാർത്ഥ കരുത്ത് നമ്മൾ കണ്ടത്. ഒരാൾ കുറവായിട്ടും, ചുവപ്പ് കാർഡ് കണ്ട് ഒരാൾ കുറവായിട്ടും ഫ്രാൻസ് പതറിയില്ല. അവർ 4-4 എന്ന ഫോർമേഷനിലേക്ക് മാറുകയും ആക്രമണത്തെക്കാൾ പ്രതിരോധത്തിന് മുൻഗണന നൽകുകയും ചെയ്തു. 65-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഹ്യൂഗോ എക്കിറ്റിക്കയിലൂടെ ഫ്രാൻസ് 2ാം ഗോൾ നേടി. മൈക്കിൾ എലീസ തുടങ്ങി വെച്ച കൗണ്ടർ അറ്റാക്കിനൊടുവിൽ ലഭിച്ച പാസ് എക്കിറ്റക്കെ വലയിലാക്കി ഫ്രാൻസിന്റെ ലീഡ് 2 ഉയർത്തി. ഷൂട്ടിങ്ങിൽ ഫ്രാൻസിനുണ്ടായിരുന്ന കൃത്യത എടുത്തു പറയേണ്ടതാണ്. 9 ഷോട്ടുകളിൽ 5 ഓൺ ടാർഗറ്റ് ആയിരുന്നു. എന്നാൽ അങ്ങനെ തോറ്റുകൊടുക്കാൻ ബ്രസീലും തയ്യാറായിരുന്നില്ല. കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലിറങ്ങിയ ബ്രസീലിന് തുടക്കത്തിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയെങ്കിലും അരങ്ങേറ്റ താരം ഇഗർ തിയാഗോ, ലൂയിസ് എൻറിക്കെ എന്നിവരുടെ വരവ് ടീമിന് ഊർജം നൽകി. ഒടുവിൽ 78-ാം മിനിറ്റിൽ ബ്രസീൽ 1 ഗോൾ തിരിച്ചടിച്ചു. പകരക്കാരനായി ഇറങ്ങിയ ലൂയിസ് എൻറിക് നൽകിയ അപകടകരമായ ക്രോസ് പ്രതിരോധ താരം ഗ്ലേസൻ ബ്രമർ വലയിലെത്തിച്ചതോടെ മത്സരം വീണ്ടും ആവേശത്തിലായി. സ്റ്റേഡിയം വീണ്ടും മഞ്ഞപ്പടയുടെ ആവേശം വിരമ്പി. അവസാന 10 മിനിറ്റുകളിൽ സമനില ഗോളിനായി ബ്രസീൽ കിണഞ്ഞു പരിശ്രമിച്ചു. 14 ഷോട്ടുകളാണ് അവർ മൊത്തം ഉതിർത്തത്. പക്ഷെ പരിചയസമ്പന്നരായ ഫ്രഞ്ച് പ്രതിരോധ അവയെല്ലാം തടഞ്ഞു. ഫൗളുകളുടെ എണ്ണം നോക്കിയാൽ അറിയാം മത്സരം എത്ര കടുപ്പമായിരുന്നുവെന്ന്. ബ്രസീലിന്റെ ഭാഗത്തു നിന്നും 12 ഫൗളുകൾ വന്നപ്പോൾ ഫ്രാൻസ് ഒട്ടും മോശമാക്കിയില്ല. 10 ഫൗളുകളാണ് ഫ്രാൻസ് മത്സരത്തിലുടനീളം വരുത്തിയത്. അവസാനം 1-നെതിരെ 2 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയം ഉറപ്പിച്ചു. ഈ മത്സരം അവസാനിക്കുമ്പോൾ ബ്രസീൽ ആരാധകർക്ക് നല്ല നിരാശയുണ്ടെങ്കിലും ചില പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ബ്രമറുടെ പ്രകടനം 2ാം പകുതിയിലെ പോരാട്ട വീര്യവും എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് തോറ്റു പുറത്തായ ബ്രസീലിന് ഇത്തവണ കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു ടീമിനെ വാർത്തെടുക്കേണ്ടതുണ്ട്. മറുവശത്ത് 10 പേരുമായി ചുരുങ്ങിയിട്ടും കളി ജയിച്ച ഫ്രാൻസ് കാണിച്ചിരുന്നത് അവരുടെ ടീം എത്രത്തോളം ശക്തമാണ് എന്നാണ്. കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളായ ഫ്രാൻസ് അർജന്റീനയോട് തോറ്റ് കിരീടം നഷ്ടമായതിന്റെ വേദന ഇത്തവണ തീർക്കാൻ ഉറച്ചാണ് വരുന്നത്. എംബാപ്പയും കൂട്ടരും ഇത്തവണ 3ാം ലോകകപ്പ് കിരീടത്തിനായി കച്ച മുറുക്കി തന്നെയാണ് വരുന്നത് എന്ന് വ്യക്തം.